ഒരു 6-7 വർഷം മുമ്പാണ് ഒരു കലാപരിപാടിയായിട്ട് കൊരട്ടി സെയിൻറ്റ് ആൻ്റണീസ് പിലിഗ്രിം സെൻറ്ററിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നൊവേന നടക്കുകയാണ്, ലാസ്റ്റ് നൊവേന നടക്കുന്നു. അപ്പോൾ ഞാനന്ന് ഉടുപ്പിലല്ല, ഞാൻ മഫ്റ്റിയിലാണ്. അപ്പോൾ ഈ സൗണ്ടും സ്പീക്കറൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പയ്യൻ, ഒരു 10-12 വയസ്സുള്ളൊരു പയ്യൻ, അവന് ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു രസമായിരുന്നു, പിന്നെ അവൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞ് മനുഷ്യൻ ക്ഷീണിച്ച്. അപ്പോൾ ഇവനെങ്ങനെയെങ്കിലും ഒഴിവാക്കണമല്ലോ എന്ന് ഓർത്ത്, കാരണം ശല്യമായി തുടങ്ങി. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചേടാ, വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല എന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പരിപാടി കാണണ്ട. ഞാൻ പരിപാടി കാണണ്ട. അപ്പോൾ ഒറ്റക്കോട് നിൽക്കുമ്പോൾ പേടിയില്ല, എനിക്ക് ഒറ്റക്ക് നിൽക്കാൻ പേടിയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ എന്നെ തിരിച്ചവൻ ചോദിക്കണത്, ചേട്ടൻ ഇത് പൊട്ടത്തിൽ ചോദിക്കണ, ഇവിടെ അന്തോണിസിൻ്റെ സ്ഥലമല്ലേ, അന്തോണിസ് ഉണ്ണിയാണല്ലേ, ഞാൻ എന്തിനാ പേടിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ശരിക്കും ഞാനാണ് അവിടെ ചമ്മിപ്പോയത്. കാരണം നമ്മൾ വിശ്വാസം പറയേണ്ട, അന്തോണിസിൻ്റെ അത്ഭുതങ്ങൾ പറയേണ്ട ഒരാളാണ്, പക്ഷെ വിശ്വസിക്കുന്നത് ഈ 12 വയസ്സുള്ള പയ്യനാണ്. ഞാനെന്തിനാ പേടിക്കണേ, വിശുദ്ധൻ എൻ്റെ കൂടെ ഇല്ലേ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം. ദിസ് ഈസ് കോൾഡ് സിമ്പിൾ ഫെയ്ത്ത്. വളരെ സിമ്പിളായുള്ളൊരു ഫെയ്ത്ത്. ഈ ദിവസങ്ങളിലെ ഗോസ്പൽ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു സിമ്പിൾ ഫെയ്ത്ത് കാണുന്നുണ്ട്. 2 പേരുടെ ഫെയ്ത്ത് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഈ 2 പേര് മാലാഖമാരോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. അതൊന്ന് സക്കറിയാസാണ്, മറ്റൊന്ന് മറിയാണ്. എന്നിട്ട് ഈ 2 പേർക്കും കൊടുക്കുന്ന മറുപടി അല്ലെങ്കിൽ മാലാഖയുടെ റിയാക്ഷൻ, അതിൻ്റെ റിസൾട്ട് ഡിഫറൻ്റാണ് നമ്മൾ കാണുന്നത്. സക്കറിയാസിന് ധൂപാട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ്, ഹോളി ഓഫ് ഹോളീസിൽ നിൽക്കുമ്പോഴാണ് മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് കാര്യം പറയുന്നത്, കുഞ്ഞ് ജനിക്കുമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ സക്കറിയാസ് എന്ന് പറയുന്നത് സാധാരണ മനുഷ്യനല്ല. സക്കറിയാസ് ഒരു പ്രീസ്റ്റാണ്, പൗരോഹിത്യത്തിൻ്റെ ഗോൾഡൻ ജൂബിലി കഴിഞ്ഞൊരു പ്രീസ്റ്റാണ്. അൾത്താരയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ധൂപം അർപ്പിക്കുന്ന ഒരാളാണ്. തോറയെക്കുറിച്ച് വ്യക്തമായ ധാരണയും പഠനമുള്ളൊരു മനുഷ്യനാണ്. ചരിത്രമറിയാം. ചരിത്രത്തിൽ അബ്രാഹം തൊട്ടിങ്ങോട്ട് എത്രയോ വൃദ്ധരായ ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാൻ കഴിവുള്ളവരാണ് യഹോവ എന്ന് കൃത്യമായ ബോധ്യമുള്ളൊരു മനുഷ്യനാണ്. എന്നിട്ടും അദ്ദേഹത്തിന് സംശയങ്ങളുണ്ട്. അത് സംശയിച്ച ആരെയാണ്? സംശയിച്ചത് മാലാഹയെ തന്നെയാണ്. ഇത് ശരിക്കും മാലാഖ തന്നെയാണെന്ന് സംശയിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ ഗബ്രിയേലാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ദൂതനാണെന്ന് തന്നെ മാലാഖ പരിചയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് നീ സംശയിച്ചുകൊണ്ട് നീ മ്യൂട്ടായിപ്പോയി. സക്രിയാസി മ്യൂട്ടായിപ്പോയി ചോദ്യങ്ങൾ ചോദിച്ചതിൽ. ചോദ്യങ്ങൾ മറിയം ചോദിച്ചല്ലോ, പക്ഷെ മറിയത്തിന് എന്താ കിട്ടിയത്? മറിയത്തിന് പ്രൈസാണ് കിട്ടുന്നത്. സ്ത്രീകളെ അനുഗ്രഹത എന്നൊക്കെ പറഞ്ഞാൽ പ്രൈസ്. എയിൽ മേരി എന്ന് തന്നെ വിളിക്കുന്നത്. എയിൽ മേരി, നന്മ നിറഞ്ഞ മറിയമേ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ പ്രൈസാണ് കിട്ടിയ കാര്യം എന്താ? മറിയം എന്ന് പറയുന്നത് ഒരു അമച്വറാണ്. നമ്മുടെ ഭാഷ പറഞ്ഞ ലേ പീപ്പിളാണ്. ഇതിനെക്കുറിച്ചോ ബൈബിളിനെക്കുറിച്ചോ സ്ക്രിപ്ചറെക്കുറിച്ചോ ഉള്ള വലിയ ധാരണകളില്ലാത്തൊരു സാധാരണ ഒരു പെൺകുട്ടിയാണ്. അവൾ ചോദിക്കുന്ന ചോദ്യം, അവൾ മാലാഖയെ സംശയിച്ചില്ല, പകരം സംശയിക്കുന്ന എന്താ? ബയോളജിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഇതെങ്ങനെ എനിക്ക് സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ മാലാഖ കൃത്യമായിട്ട് അവൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാലേ, നമ്മൾ കൂടുതൽ വായിക്കുന്തോറും ചിലപ്പോൾ നമ്മുടെ ഉള്ള വിശ്വാസം ഇങ്ങനെ കുറയണമായിട്ട് കാണാൻ പറ്റും. അവിടെ ശരിക്കും അറിവുള്ളവന് സിമ്പിൾ ഫെയ്ത്ത് ആയിരിക്കും. സിമ്പിൾ ഫെയ്ത്ത്. ഞാൻ ഇടയ്ക്കിങ്ങനെ വിശുദ്ധ അക്വിനാസിനെ കുറിച്ച് ഓർക്കും. അക്വിനാസ് എന്തിനെക്കുറിച്ച് എഴുതാത്ത ഭൂമിയിലുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ച് ആ മനുഷ്യൻ എഴുതിയിട്ടുണ്ട്. എന്തോരം പുസ്തകങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ. പക്ഷേ ഒരു ദിവസം ഒരു ബ്രദർ വന്നിട്ട് പറഞ്ഞ്, അച്ഛാ ഒരു കാള പറക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ മനുഷ്യൻ ഓടി പുറത്തോട്ട് ആകാശത്തേക്ക് നോക്കുന്നുണ്ട്. എത്ര സിമ്പിൾ ഫെയ്ത്താണ് ആ മനുഷ്യൻ്റെ. ജീവിതത്തിൽ വായിക്കണം, പഠിക്കണം, അറിവുണ്ടാവണം. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞിൻ്റെ ഫെയ്ത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം.